സൂസൻ കോടി ഒഴിവാക്കിയത് കരുനാഗപ്പള്ളി വിഭാഗത്തെ കൊണ്ട് തന്നെയാണ് എന്ന് തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. അതിനിടെ സൂസൻ കോടി 24 പറയുന്നത് തനിക്ക് കരുനാഗപ്പള്ളി ഒരു ശ്രദ്ധക്കുറവും ഉണ്ടായിട്ടില്ല, പാർട്ടിയുടെ തീരുമാനം പക്ഷേ അംഗീകരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ വീണ്ടും ഉൾപ്പെടുത്തണോ എന്ന് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് സൂസൻ കോടി പറയുന്നുണ്ട്. താൽക്കാലികമായി മാറ്റി നിർത്തുന്നതാണ് പറഞ്ഞത്. വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടില്ല, തനിക്ക് കരുനാഗപ്പള്ളിയിൽ പാർട്ടി ചുമതല ഉണ്ടായിട്ടില്ല എന്ന് സൂസൻ കോടി 24 പറയുന്നുണ്ട്. ചെറിയൊരു വിയോജിപ്പിന്റെ ശബ്ദമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നത് പറയാനും കഴിയില്ല സൂസൻ കോടിയുടെ വാക്കുകളിലേക്ക്. CPIM-ന്റെ സംസ്ഥാന സമ്മേളനം സമാപിക്കുമ്പോൾ ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് സൂസൻ കോടി. സൂസൻ കോടിയെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കാനുണ്ടായ കാരണം കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയും തുടർന്നുള്ള പ്രശ്നങ്ങളുമാണ് എന്ന് പറയുകയും ചെയ്യുന്നു. ഇപ്പോഴെന്തായാലും സൂസൻ കോടി നമ്മോടൊപ്പം ചേരുകയാണ്. 10 വർഷം സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഇപ്പോൾ അപ്രതീക്ഷിതമായൊരു തീരുമാനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോവുകയാണ്. എങ്ങനെയാണ് ആ തീരുമാനത്തെ കാണുന്നത്? സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോകുക എന്നല്ല പാർട്ടി പറഞ്ഞത്, കാലത്തേക്ക് മാറ്റി നിർത്തുന്നു. അത് ചില വിഷയങ്ങൾ കരുനാഗപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ട് കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു എന്നാണ് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുള്ളത്. ഞാൻ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റാണ്. അതുപോലെ തന്നെ സംസ്ഥാന സമിതി തന്നെ അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു താൽക്കാലികമായ നടപടിയാണെന്നുള്ളതാണ്. എങ്കിലും ഒരു ശിക്ഷാ നടപടിയാണ് എന്ന് കരുതുന്നുണ്ടോ? ശിക്ഷാ നടപടിയുടെ ഭാഗമല്ല, അതൊക്കെ പാർട്ടി തീരുമാനിക്കുന്നില്ല. പാർട്ടിയുടെ തീരുമാനം ഞാൻ അംഗീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ പാർട്ടി പ്രവർത്തനം പാർട്ടി തീരുമാനം അംഗീകരിക്കുക. പ്രത്യേകിച്ചും സ്വന്തം ജില്ലയിൽ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുന്നു. ആ സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ കല്ലുകടിയായി എനിക്ക് സ്വന്തം ജില്ലയെന്നോ വേറെ ഏതെങ്കിലും ജില്ലയെന്നോ, ഞാൻ എൻ്റെ സ്വന്തം ജില്ല, ഞാൻ ജനിച്ചു വളർന്നതെന്ന് ആലപ്പുഴ ജില്ലയാണ്. അതിനകത്ത് അങ്ങനെയുള്ള വിഷയമൊന്നുമല്ല, സ്വന്തം ജില്ലയല്ല. പാർട്ടിക്ക് അവിടെ വെച്ച് നടപടിയെടുക്കാം, എന്ത് നടപടിയെടുക്കാം. അത് പാർട്ടി അത് കാര്യങ്ങൾ അന്വേഷിക്കും, അന്വേഷിച്ചിട്ട് ആവശ്യമായ കാര്യങ്ങളുടെ മാറ്റം വരുത്തുകയും ചെയ്യും. ഇപ്പൊ കരുനാഗപ്പള്ളിയിലെ സംഭവത്തിൽ അങ്ങയുടെ ഭാഗത്തു നിന്നൊരു വീഴ്ച വന്നൊരു ശ്രദ്ധ കുറവ് വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല, അങ്ങനൊരു വിഷയമല്ല. എനിക്ക് അവിടെ സംഘടന ചാർജോ മറ്റു കാര്യങ്ങളോ, ഞാൻ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിയല്ലേ. എന്ത് സംഭവിച്ചാലും അതിലൊരു ഭാഗം ഞാൻ വരുമല്ലോ. അല്ലാതെ വേറെ അതിനകത്തൊരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. അങ്ങനെ വന്നത് മാത്രമാണ്, അതല്ലാതെ അവിടുത്തെ വിഭാഗീയത പ്രശ്നമൊന്നും എനിക്ക് അവിടെ സംഘടനാ ചുമതലയല്ല. ഞാൻ അവിടെ താമസക്കാരി എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായിട്ട് എന്ത് നടന്നാലും ഞാനൊരു ഭാഗമാകുമല്ലോ. ആ തരത്തിലായിരിക്കാം, എനിക്കറിയത്തില്ല. ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഇടപെടൽ നടത്തിയിട്ടില്ല. എനിക്ക് അവിടെ അല്ലായിരുന്നു സംഘടനാ ചുമതലയും കാര്യങ്ങളൊന്നും. അതൊക്കെ പാർട്ടി നോക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ എന്തായാലും ഇനിയിപ്പോ പ്രായപരിധിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അടുത്ത സംസ്ഥാന സമ്മേളനത്തിൽ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും. പാർട്ടി തീരുമാനിക്കട്ടെ. ഞാൻ മഹിളാ സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലയോ, അഖിലേന്ത്യാ സമ്മേളന പ്രതിനിധിയാണ്. അപ്പൊ പാർട്ടി തീരുമാനിക്കും. എന്തായാലും കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളനം ഒരു വലിയ പ്രാതിനിധ്യം കൊണ്ടുവെക്കുക, എല്ലാം കൊണ്ടും വിജയകരമായ സമ്മേളനമായി. എല്ലാം കൊണ്ട് വിജയകരമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് സമ്മേളനം വിജയിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വലിയ പ്രകടനത്തിലേക്കും വളണ്ടിയർ പരേഡിലേക്കും പോവുകയാണ്. അതിൻ്റെ എല്ലാം ചുമതലയും മേൽനോട്ടം എല്ലാം എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങളെല്ലാം ചെയ്യും. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സലിം മാലിക്, 24 കൊല്ലം. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട സൂസൻ കോടി ഞങ്ങളുടെ പ്രതിനിധിയുമായി സംസാരിക്കുകയായിരുന്നു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രശ്നങ്ങളുടെ പേരിലാണ് സൂസൻ കോടിയെ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് എം വി ഗോവിന്ദൻ നേരത്തെ വിശദീകരിക്കുകയും ചെയ്തു. 17 പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 89 അംഗ സംസ്ഥാന കമ്മിറ്റി, അതോടൊപ്പം 13 പുതുമുഖങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 17 അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന് കൊടിയിറങ്ങുമ്പോൾ ഇനിയിപ്പോൾ പൊതുസമ്മേളനത്തിന് വോളണ്ടിയർ മാർച്ചിനുമുള്ള സമയമാണ്.